ഏറെ വിവാദങ്ങൾക്കൊടുവിൽ നെയ്യാറ്റിൻകരയിലെ ഗോപന്റെ മൃതദേഹം സംസ്കരിച്ചു. കുടുംബാംഗങ്ങളും ചില സംഘടനകളും നാമജപയാത്രയോടെയാണ് മോർച്ചറിയിൽ നിന്ന് മൃതദേഹം വീട്ടിലെത്തിച്ച് സംസ്കരിച്ചത്. നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ച മൃതദേഹം നാമജപയാത്രയായിട്ടാണ് വീടിന് സമീപത്തെ കല്ലറയിലെത്തിച്ചത്. കഴിഞ്ഞ ദിവസം മൃതദേഹം പുറത്തെടുക്കാൻ പൊളിച്ചുമാറ്റിയ കല്ലറയ്ക്ക് പകരം അതിന് സമീപത്തായിട്ട് തന്നെ വിശാലമായ കല്ലറയാണ് ഒരുക്കിയത്. ഇഷ്ടിക കൊണ്ടാണ് കൃഷിപീഠം എന്ന പേരിൽ പുതിയ സംസ്കാര സ്ഥലം ഒരുക്കിയത്. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സ്വകാര്യ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന മൃതദേഹം നാമജപയാത്രയായി സംസ്കരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചത്. തുടർന്ന് പൂർണ്ണമായ ഹൈന്ദവാചാര പ്രകാരമുള്ള സമാധിയായിട്ടായിരുന്നു സംസ്കാരം നടന്നത്. ചടങ്ങുകൾക്ക് ചെങ്കൽ ക്ഷേത്രത്തിലെ സന്യാസിമാരാണ് നേതൃത്വം നൽകിയത്. VSDP, ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനാ പ്രവർത്തകരും ചേർന്നാണ് ഗോപന്റെ 2ാമത്തെ സംസ്കാരം വിപുലമാക്കിയത്. അതേസമയം കേസിലെ ദുരൂഹത മാറ്റാനുള്ള പോലീസ് അന്വേഷണം തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിലും കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്യുമെന്നും പോലീസ് വ്യക്തമാക്കി. ആന്തരികാവയവങ്ങളുടെ രാസപരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് കൂടുതൽ നടപടികൾ സ്വീകരിക്കുക. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.